അങ്ങനെ ഇതാ ബാജി മദ്രസ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവന് സ്കൂളിലോട്ട് പോകാനുള്ള തിരക്കാണ്. കാരണം 8 മണിക്കാണല്ലോ എത്തുന്നത്. ഞാൻ ഒരു 10-15 മിനിറ്റുള്ളൂ. അങ്ങനെ ഇതാ അവൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഞാനിതാ ഇന്ന് പൂരിയാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവനോട് ഞാനിത് കഴിക്കുക പറഞ്ഞിട്ട് ഞാൻ മുകളിലോട്ട് പോയിട്ട് മോള് കരയുന്നുണ്ടായിരുന്നു. പിന്നെ അവളെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേഗം മുകളിലോട്ട് പോയി. അപ്പോൾ ഇതാ മോള് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ടൈമിലൊന്നും ഞാൻ അവളെ നീപ്പിക്കാറില്ല കേട്ടോ. ഇന്ന് ഉമ്മ വല്യപ്പാരോട് ഹോസ്പിറ്റലിൽ പോയത് കാരണം ഇന്ന് മോനെ സ്കൂളിലോട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് മോളെയും കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇവളോട് ഒറ്റയ്ക്കാക്കി പോകേണ്ടി വരും. അങ്ങനത്തെ അവളെ നീപ്പിച്ച് അവളെ ബ്രഷൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടു. അപ്പോൾ ഇന്ന് ഭൂരിയാണ് പറഞ്ഞപ്പോൾ അവൾക്കും ഭൂരി വേണം പറഞ്ഞിട്ട് ഇതാ അവൾക്കും ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തപ്പോൾ രണ്ടാളൊന്ന് കഴിക്കണുണ്ട് കേട്ടോ. ഇപ്പോൾ ഭൂരി ആയതുകൊണ്ട് അവർക്ക് പിന്നെ കറിയൊന്നും വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വാരി കൊടുക്കുക ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഇതാ അവർ രണ്ടാളും റെഡി ആക്കിയിട്ട് ഞാൻ ഇറങ്ങിയപ്പോഴേക്കും ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പല കയ്യിൽ മോളെ കൊടുത്തിട്ട് ഞാനും മോനും പാടെ നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇപ്പൊക്കെ കോറിയിലായതുകൊണ്ട് ഇപ്പോൾ വരുമല്ലെന്ന് അറിയണ്ടായില്ല. അതുകൊണ്ട് മോള് റെഡി ആക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് ഇപ്പോൾ വന്നപ്പോൾ പിന്നെ മോള് ഇപ്പോൾ കൊണ്ടുപോയി. എന്നിട്ട് അവൾക്ക് മിഠായിയൊക്കെ മേടിച്ചിട്ട് ഇതാ വന്നിട്ടുണ്ടായിരുന്നു. മോനെ ഞാൻ സ്കൂളിലാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടോ. അവളും അവനും കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തിയും തലേ ദിവസത്തെ മീൻകറിയാണ് കഴിക്കുന്നത്. നിങ്ങളാരും ഇതുവരെ ചപ്പാത്തിയും മീൻകറിയും കൂട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച മീൻകറി കേട്ടോ തലേ ദിവസത്തെ, അതും ചപ്പാത്തി മഴയാണ് കഴിക്കണത്. അപ്പോൾ അതാ ഞാൻ ചായ കുടിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ രാവിലെ തന്നെ എല്ലാ പണികളും ഒരുങ്ങിയതുകൊണ്ട് നമുക്കിനി പണികളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഫ്രഷ് ആവലും ബാക്കിയുള്ള കാര്യങ്ങൾ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനും മോളും ഇതാ കുറേ നേരത്തിന് കളിക്കുകയൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ മോൻ്റെ റെയിൻകോട്ടൊക്കെ എടുത്ത് തന്നിട്ട് അവൾ കളിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കളിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലും പിന്നെ കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇതാ മോനെ വിളിക്കാൻ പോകുന്ന ടൈമായിട്ട് അപ്പോൾ ഞാനിത് ചായയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടാണ് പോണത്. അപ്പോൾ ഇതാ ചായയൊക്കെ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മോളിപ്പോൾ പുറത്ത് പോയി നിൽക്കട്ടോ, മോനെ കൊണ്ടുവരാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കണം. വാ പോകുക പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാ വരുന്നു, ചായ ഒന്ന് തിളക്കട്ടെ പറഞ്ഞിട്ട് നിൽക്കാന്ന്. അങ്ങനെ ഇതാ ചായയൊക്കെ തിളച്ചു. അപ്പോൾ ഞാനും മോളും ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഉമ്മ എത്തിയിട്ടില്ല കേട്ടോ, ഉമ്മ കോഴിക്കോടാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പോയിട്ട് മോനെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവിടെ ഇതാ സ്കൂളിൽ ഇപ്പോൾ എക്സാം നടക്കുന്നത് കാരണം കുറച്ച് നേരം വൈകിട്ടോ ബസ് വരാറ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതാ അവിടെ എത്തി മോനിതാ വിളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുക കേട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ എത്തി മോൻ്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വൈകുന്നേരത്തെ ചായക്ക് മോൻ എന്തെങ്കിലും വേണം പറഞ്ഞിട്ട് അങ്ങനെ മേടിക്കാൻ വേണ്ടി നേരെ അടുത്തുള്ള കടയിലോട്ട് പോകുക കേട്ടോ. അങ്ങനെ കടയിൽ എത്തിയപ്പോഴൊക്കെ മോള് ക്ഷീണിച്ച് അവരുടെ കസേരയിൽ ഇരുന്നിട്ട് അവൾക്കുള്ള സാധനം മേടിച്ച ശേഷമാണ് അവൾ കസേരയിൽ ഇരുന്നത്. എന്നിട്ട് പിന്നെ അവർക്ക് വേണ്ടതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുക കേട്ടോ. അങ്ങനെ അവർ വീട്ടിലെത്തിയിട്ട് മുട്ടായും ജ്യൂസും ഷെയ്ക്കും അങ്ങനെ എന്തൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കുക കേട്ടോ. ഞാനിതാ പൂളക്കിഴങ്ങിൻ്റെ ചിപ്സും അങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും മോനും അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചായക്കുള്ളത് കഴിഞ്ഞു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ ഉമ്മക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഉപ്പി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. അതുപോലെ മദ്രസയ്ക്കുള്ള പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പഠിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് കിടന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് കാണാം.